പശ്ചിമേഷ്യൻ സംഘർഷം രണ്ടാം മാസത്തിലേക്ക് കടക്കവേ യുദ്ധത്തിൽ പങ്കുചേർന്ന യമനിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂതികളും തെക്കൻ ഇസ്രയേലിന് നേർക്ക് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തി. മിസൈലിനെ പ്രതിരോധിച്ചതായും ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ലെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ഇറാനെ ആക്രമിക്കുന്നത് തുടരുന്ന പക്ഷം യുദ്ധത്തിൽ പങ്കാളികളാകുമെന്ന് കഴിഞ്ഞ ദിവസം ഹൂതികൾ യുഎസിനും ഇസ്രയേലിനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെയാണ് ഇന്നത്തെ ആക്രമണം. ഫെബ്രുവരി മാസം 28-നാണ് യുഎസ് ഇസ്രയേൽ ഇറാൻ യുദ്ധം ആരംഭിച്ചത്. ആക്രമണത്തിന്റെ ആദ്യ ദിവസം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇറാൻ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും തലപ്പത്തുള്ള നിരവധി പ്രമുഖർ യുഎസ് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. യുദ്ധം ആരംഭിച്ച ഒരു മാസം പിന്നിടുമ്പോൾ ഇറാനിൽ 217 കുട്ടികൾ ഉൾപ്പെടെ 1464 സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്ന് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ കണക്കുകൾ പറയുന്നു. ഇറാനിൽ ആകെ 12,000-ലേറെ ബോംബുകൾ വർഷിച്ചെന്നും ഇതിൽ 3600 എണ്ണം ടെഹ്റാനെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നുവെന്നും ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ വിവിധ ഭാഗങ്ങളിലായി 9000 ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് യുഎസ് പറയുന്നത്. അതേസമയം ഇറാൻ മിസൈൽ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതായി അബുദാബി അധികൃതർ അറിയിച്ചു. യുഎഇ തകർത്ത ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് തീ പടർന്നാണ് ഇവർക്ക് പരിക്കേറ്റത്. ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച മണിക്കൂറുകൾക്കകം സൗദി അറേബ്യയിലെ യുഎസ് സൈനിക കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തി. നിരവധി ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും സൈനിക വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഗൾഫ് മേഖലയിലെ സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഗൾഫ് സഹകരണ കൌൺസിൽ യോഗം ചേർന്നിരുന്നു. സമാധാനത്തിന് മുൻഗണന നൽകുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് അധികൃതർ പ്രഖ്യാപിച്ചത്. GCC രാജ്യങ്ങൾ സംയമനം പാലിക്കുകയാണെന്നും മേഖലയുടെ സുരക്ഷ മുൻനിർത്തി ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ പങ്കാളികളാകില്ലെന്നും GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദായിവി റിയാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇറാനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായി GCC രാജ്യങ്ങളുടെ മണ്ണോ ആകാശമോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന നയതന്ത്രപരമായ നിലപാടാണ് ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിക്കുന്നത്. യുദ്ധത്തിന് പകരം ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നാണ് GCCയുടെ പക്ഷം. യുദ്ധം വ്യാപിക്കാതിരിക്കാനും ഇറാൻ വിവേകപൂർവ്വം ചിന്തിക്കാനുമായി ഗൾഫ് രാജ്യങ്ങൾ അതീവ സംയമനം പാലിക്കുകയാണ്. സമാധാനപരമായ നയതന്ത്ര പരിഹാരത്തിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നത്. എങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി സ്വയം പ്രതിരോധിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് അവകാശമുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേലിന്റെ വൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഈ നീക്കം നടത്തിയത്. ആക്രമണത്തിൽ ആളപായമോ വികിരണ ചോർച്ചയോ ഇല്ലെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇന്നലെ ഇസ്രയേൽ നഗരങ്ങളിൽ ഇറാന്റെ മിസൈൽ പതിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇറാനുമായി നേരിട്ടുള്ള ചർച്ച ഉടൻ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യുഎസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. ഇറാൻ ആണവായുധം സ്വന്തമാക്കരുതെന്ന പ്രധാന ലക്ഷ്യമാണ് അമേരിക്ക മുന്നിൽ കാണുന്നതെന്നും യുദ്ധലക്ഷ്യങ്ങൾക്കരികെയാണ് അമേരിക്കയെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന ട്രംപിന്റെ പ്രഖ്യാപനം വെറും വാക്കാണെന്ന് വ്യക്തമായതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. 2 വൻകിട ഉരുക്ക് നിർമ്മാണശാലകൾ, 1 പവർ സ്റ്റേഷൻ, സിവിലിയൻ ആണവ കേന്ദ്രം, മറ്റടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഇതിനെല്ലാം വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.